ഈ കുഴികൾ കാരണം ഒരുപാട് ആക്സിഡന്റ് അടക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് തന്നെ നമ്മൾ മുഴുവനും അടയ്ക്കണം. ഏയ്, ആരാണ് ഈ സൂട്ട് കേസ് ഇങ്ങനെ ഇട്ടത്? ഇട്ടതല്ല സുഹൃത്തെ, വീണുപോയതാണ്. എന്താ ശരിയല്ലേ? അതെ രാജാവേ. ഇയാള് മ്യൂസീഷ്യനാണോ? പെട്ടിയിൽ തബല വായിക്കാണല്ലോ. മൂത്തോരെ നോക്കി ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. അത് എന്ത് തന്നെ ആയിക്കോട്ടെ, എന്തിനാണ് ഞങ്ങൾക്ക് നേരെ ഈ സൂട്ട് കേസ് എറിഞ്ഞത്? സുഹൃത്തെ, ഇതിങ്ങോട്ട് വന്നത് ചന്ദ്രലോകത്ത് നിന്നുമാണ്. ഞങ്ങളെന്താ മണ്ടന്മാരാണെന്ന് കരുതിയോ? ചന്ദ്രലോക സൊസൈറ്റി മറ്റൊരു കോളനിയാണ്. അവിടെ നിന്ന് എങ്ങനെയാണ് ഇവിടേക്ക് വന്ന് വീഴുക? ചന്ദ്രലോകം ഞങ്ങളുടെ ഗ്രഹമാണ്. മുകളിൽ ആകാശത്താണത്. ഗ്രഹമോ? ആകാശത്തിലോ? അപ്പൊ നിങ്ങൾ ഏലിയൻസ് ആണോ? അല്ല, ഞങ്ങൾ സാധാരണ ജനങ്ങളാണ്. ഞങ്ങൾ ക്ഷമ ചോദിക്കുകയാണ്. ഞങ്ങളുടെ ഈ പ്രവൃത്തി കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി. ഞങ്ങൾ നിങ്ങളോട് ഇപ്പോൾ ക്ഷമ ചോദിക്കുകയാണ്. അറിയാതെ ചെയ്തു പോയ തെറ്റിന് ഞങ്ങളുടെ പക്ഷത്തു നിന്നും നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. ഇവര് ഏലിയൻസ് ഒന്നും അല്ലെന്നേ, ഏതോ നാടക കമ്പനിക്കാരെന്നാ തോന്നുന്നേ. അവരുടെ വേഷം കണ്ടില്ലേ? ഞങ്ങളുടെ നാട്ടിലെ വേഷമാണ്. ഈ വേഷം ഞങ്ങളുടെ നാട്ടിലെ നാടകക്കാര് മാത്രമേ ഇടാറുള്ളൂ. ഇവന്റെ സംസാരം കേട്ടിട്ട് എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. മതിയാക്ക്. ഇനി നീ ഒരു വാക്ക് സംസാരിച്ചാൽ മറുപടി പറയുന്നത് ഈ ഗതയായിരിക്കും. മറുപടി ഇത് പറയുമോ? വിശ്വസിക്കാനാവുന്നില്ല. മറുപടി അല്ലടാ, പൊരിഞ്ഞ ഇടി. സംശയമുണ്ടോ? മനസ്സിലായില്ല. നിനക്കൊന്നും മനസ്സിലാവില്ല. ഇനി നീ സംസാരിച്ച ഈ ഗത കൊണ്ട് നിന്നെ ഇടിച്ച് പരത്തും. മനസ്സിലായോ? സുഹൃത്തെ, ഞങ്ങളുടെ ആ പെട്ടി ഒന്ന് തിരിച്ചു തന്നാലും ഞങ്ങൾക്ക് വീണ്ടും ഞങ്ങളുടെ ഗ്രഹത്തിലേക്ക് അത് കൊണ്ടുപോകണം. ഞങ്ങളുടെ പക്കൽ ഒട്ടും സമയമില്ല. ഇതാ നിങ്ങളുടെ പെട്ടി. എന്താ ഇത്? എല്ലാം വൈഡൂര്യങ്ങളാണല്ലോ. ഞങ്ങളുടെ ചന്ദ്രലോകത്തിൽ ഇത് വളരെ വിലപിടിപ്പുള്ള ഒന്നാണ്. ഞങ്ങളുടെ അത്രയ്ക്ക് ധൈര്യമോ? വെറുതെ വിടരുത് അവനെ. ആക്രമണമോ? നമുക്ക് നേരെ ആക്രമണമോ? ബണ്ണി, അങ്ങോട്ട് നോക്ക. എന്റെ ഗതയുടെ ശക്തി എന്താണെന്ന് ഇവർക്കിപ്പോ നന്നായിട്ട് മനസ്സിലായി കാണും. ഇതെന്താണ് കാണിച്ചത്? ഇവരെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യൂ. തനിക്കെന്താ വട്ടാണോ? ഇയാളെ ഭ്രാന്താശുപത്രി കൊണ്ടുപോകും. എന്റെ കാറ് മുഴുവൻ നശിച്ചു പോയി. ഇവർ പറയുന്നു നിങ്ങൾ വിശ്വസിക്കരുത്. അവർ പറയേണ്ട ആവശ്യമില്ല, ഞാൻ കണ്ണുകൊണ്ട് കണ്ടതാണ്. കുറ്റം ചെയ്തത് താൻ തന്നെയാണ്. നമസ്കാരം. ഇതുപോലെ ഇനിയും ഞങ്ങൾ ചെയ്യും. ഞങ്ങൾക്ക് ഞങ്ങളുടെ സാധനം വേണം. സാധനങ്ങളല്ലേ വേണ്ടത്? ജയിലിലേക്ക് വരൂ, ഞാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും തരാം. അതെയോ? അങ്ങ് ഞങ്ങൾക്ക് സാധനങ്ങൾ തരുമോ? അവരെ ഇൻസ്പെക്ടർ പാല അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. വേഗം വാ, അവരെ ഉടൻ തന്നെ രക്ഷിക്കണം. പൊന്നങ്ങുന്നേ, അങ്ങ് ഞങ്ങളെ എന്തിനു വേണ്ടിയാണ് ഇവിടെ അടച്ചിട്ടിരിക്കുന്നത്? ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത്? ഞങ്ങളെ ഉടൻ സ്വതന്ത്രരാക്കൂ.
ഈഷ്, ഇവിടെ മന്ത്രവും തന്ത്രവും ഒന്നും തന്നെ നടക്കില്ല. ഓ, നീ ജയനൊന്നും ആവണ്ട. ഇത് സിനിമയിലെ ലോക്കപ്പല്ല. ഞങ്ങളെ സ്വതന്ത്രരാക്കൂ. ഞങ്ങൾക്ക് ഞങ്ങളുടെ സാധനം വേണം. ഞങ്ങളുടെ സാധനം ഒരു കള്ളൻ മോഷ്ടിച്ചു കൊണ്ടുപോയിരിക്കുന്നു. ഈഷ്, എങ്ങനെയാണ് സംഭവിച്ചത്? എവിടുന്നോ വന്നു, കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചോണ്ടുപോയി. ഞാനെന്താ മണ്ടനാണെന്ന് കരുതിയോ? കള്ളൻ തട്ടിപ്പറിച്ചു പോകുമ്പോ നിങ്ങൾ വായി നോക്കി നിൽക്കായിരുന്നു. സാർ ഇവരെ വിട്ടേക്കൂ. ഇവരടുത്ത് ഒരു തെറ്റും തന്നെ ഇല്ല. അതെ, അവനൊരു വസ്തു കൊണ്ട് ഞങ്ങളെ വല്ലാതെ ആക്രമിക്കുകയും ചെയ്തു. ഈഷ്, താൻ എന്തൊക്കെയായി പറയുന്നത്? സാർ അവർ പറയുന്നത് ശരിയാണ്. ഇവരുടെ വൈഡൂര്യമുണ്ടായിരുന്ന സൂക്കേഴ്സ് ഒരു കള്ളൻ മോഷ്ടിച്ചോണ്ട് പോയി. ഞങ്ങൾ അവനെ ഓടിച്ചിട്ട് പിടിക്കാൻ നോക്കിയതാ. അപ്പോഴേ ഇതൊക്കെ സംഭവിച്ചത്. നിങ്ങൾ എന്താ പറഞ്ഞത്? വൈഡൂര്യൊന്നോ? ഇവർ പറഞ്ഞത് സാധനങ്ങൾ കൊണ്ടുപോയിന്നാണല്ലോ. അതെ അതെ, ഞങ്ങൾ പറഞ്ഞത് തനിക്കൊട്ടും മനസ്സിലായില്ല. മനസ്സിലായില്ലെന്നോ? എനിക്ക് മനസ്സിലാവാത്ത കാര്യങ്ങൾ ഇവിടെ ഒന്നും തന്നെ ഇല്ല. അതെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ വൈഡൂര്യങ്ങൾ കിട്ടണം. അതുമായി ഞങ്ങളുടെ ഗ്രഹത്തിലേക്ക് പോകണം. നിങ്ങൾ എന്തിനാണ് വെറുതെ ഇങ്ങനെ വിഷമിക്കുന്നത്? നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ പ്ലീസ്? നമുക്ക് ഉടനെ ആ കള്ളനെ പിടികൂടണം. ഓ ആ സാറേ, ഇവരുടെ നാട്ടിൽ ഒരുപാട് വൈഡൂര്യങ്ങളുണ്ട്. അതെങ്ങനെ നിനക്കറിയാം? വെറുതെ എന്നെ മണ്ടനാക്കരുത്. കാര്യങ്ങൾ നേരെ അങ്ങ് പറയേ. ഇവരുടെ ഗ്രഹം വേറെയാണ്. വ്യാഴം പോലത്തെ ഗ്രഹമാണ്. ഈഷ്, ഏലിയൻസ് ആണോ ഇവര്? അല്ല, ഞങ്ങൾ നിങ്ങളെപ്പോലെ സാധാരണ മനുഷ്യരാണ്. എന്റെ പെട്ടി എന്റെ കയ്യിലുണ്ട്. രാജാവിന്റെ പെട്ടിയാണ് ചന്ദ്രലോകത്ത് നിന്നും താഴേക്ക് വീണുപോയത്. ഇത് കണ്ടോ? അതുപോലത്തെ മറ്റൊരു സൂട്ട് കേസും ഉണ്ട്. ഈഷ്, കഴുതേ, ഇവർ പ്രച്ഛന്ന വേഷം ഇട്ടുകൊണ്ട് നമ്മളെ പറ്റിക്കാൻ നോക്കുവാണ്. ഇവർ സ്മഗ്ലേഴ്സ് ആണ്. അല്ല സാർ, ഇവർ വെറും സാധുക്കളാണ്. സംശയമുണ്ടോ? സംശയമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അറസ്റ്റ് ചെയ്തത്. ഇതുപോലെ ഒരുത്തനാണ് ഞങ്ങളുടെ സാധനവും മോഷ്ടിച്ചുകൊണ്ട് അവിടെ ഓടിയത്. ഞാൻ അങ്ങനൊന്നും ചെയ്തിട്ടില്ല സാർ. നീയല്ല മനുഷ്യ, നീയല്ല. ആ ചുവരിൽ ഒട്ടിച്ചിരിക്കുന്ന മനുഷ്യനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. കള്ളൻ ചന്തു അല്ലാതെ ഇവൻ വല്ലാത്തൊരു കള്ളനാണ്. ഞങ്ങൾ അവനെ അന്വേഷിച്ച് നടക്കാണ്. ഇവനാണ് ഇവരുടെ പെട്ടി അടിച്ചു മാറ്റിക്കൊണ്ട് ഓടിയത്. സാർ പ്ലീസ് ഇവരെ ഒന്ന് സഹായിക്കൂ. സാറ് ഞങ്ങളോടൊപ്പം വരൂ. ഇവരുടെ സൂക്കേഴ്സ് കണ്ടുപിടിച്ചു കൊടുക്കാം. കൂടാതെ അവനെയും പിടിക്കാം. ഓക്കെ, എന്നാൽ നമുക്ക് പോവാം. ഞങ്ങളും വരാം. അതാ പോകുന്നു. ഞങ്ങളുടെ സാധനങ്ങൾ മോഷ്ടിച്ചത് അവൻ തന്നെയാണ്. അവരെ ഉടനെ തടഞ്ഞു നിർത്ത്. ഇതിൽ പാതി തരാം. മഹാരാജാവേ, അങ്ങ് ഇവരെ നോക്കൂ. ഞങ്ങളാ ചന്തുവിനെ പിടിക്കാം. മഹാരാജാവേ, അങ്ങയുടെ ശക്തി എന്താണെന്ന് കാണിച്ചു കൊടുക്കൂ. അതാ പോകുന്നു അവൻ. എന്നെ എത്ര പെട്ടെന്നൊന്നും പിടിക്കാൻ കഴിയില്ല. ഞാനൊരു ബെസ്റ്റ് കള്ളനാ. അതാ പോകുന്നവൻ. Hey!
ടങ് ടടങ്, വേഗം പിടിക്കവനെ. നിങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തന്ന ഈ സഹായം ഞങ്ങൾ ഈ ജന്മത്തിൽ മറക്കാനേ പോകുന്നില്ല. ഞാൻ ഈ സ്റ്റേഷനിലുള്ളപ്പോൾ ആർക്കും ഒന്നും മോഷ്ടിക്കാൻ കഴിയില്ല. അങ്ങനെ പറയരുത്. കള്ളനെ പിടിച്ചത് ഞങ്ങളാണ്. നിങ്ങളെ ഞങ്ങൾക്ക് താങ്ക്സ് പറയണം. താങ്ക്സ്, ഒരുപാട് നന്ദിയുണ്ട്. ഞങ്ങൾക്ക് വിട പറയാനുള്ള സമയമായിരിക്കുന്നു. നിങ്ങൾ ചന്ദ്രലോകത്തിലേക്ക് വരുമ്പോൾ ഞങ്ങളെ വന്ന് കാണണം. ഞങ്ങൾ പോയി വിട വരട്ടെ. കൊള്ളട്ടെ. എന്തായാലും പോയത് നന്നായി. അവരുടെ വേഷവും സംസാരവും എനിക്ക് കണ്ടിട്ട് ഒട്ടും പിടിച്ചില്ല.